നമ്മൾ ഈ സമയം വരെ വിചാരിച്ചുകൊണ്ടിരുന്നത് കാര്യമായിട്ട് വലിയ പരിക്കുകളില്ല എന്നുള്ളതാണ്. കാരണം അവിടെ കണ്ടു നിന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല, തലയിൽ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കാര്യമായിട്ട് പരിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്നത് നിസാറിന്റെ ഒളവണ്ണയിലുള്ള വീട്ടിലാണ്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ നിസാറിനാണ് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ CCTV ദൃശ്യത്തിൽ കാണുന്ന ആളാണിത്. ഇപ്പം കൈക്ക് നന്നായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ കയ്യിൽ അവിടെ ഉണ്ടായിരുന്ന, ഞാൻ കഴിഞ്ഞ ലൈവുകളിലൊക്കെ എടുത്ത് സൂചിപ്പിച്ചത് അവിടുത്തെ ആ ഇരുമ്പ് കമ്പിയാണ്. ആ ഇരുമ്പ് കമ്പി തുളഞ്ഞു കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൈ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ കാലിനും കാര്യമായിട്ട് വേദനയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇത് ശരിക്കും എന്താണ് സംഭവിച്ചത്? ഞാൻ ജോലി സ്ഥലത്തേക്ക് വേണ്ടി പോകുമായിരുന്നു. ഗോവാലിൻ്റെ കാറുണ്ടായിരുന്നു, അതങ്ങോട്ടേക്ക് ടേൺ ചെയ്ത്. അപ്പോൾ പുറകിൽ നിന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് വന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ കാറിന് ഇടിക്കേണ്ട വിചാരിച്ച് ബ്രേക്ക് ചെയ്ത് അപ്പോൾ സ്കിഡായിട്ട് വീണു. അവിടെ മറ്റേ ആ പൂഴി പോലത്തെ മൺസാൻഡ് റോഡിൻ്റെ മുകളിലേക്ക് എംസാൻഡായിരുന്നു വീണ്. അപ്പം ഇപ്പം എന്താ പറ്റിയിട്ടില്ല? എന്തൊക്കെയാ എവിടേക്കാ പരിക്കുകൾ? കമ്പി കയറിക്കുന്നു, കാലം അന്നേരം ഒരു തരുത്തയിൽ വേദന ഇല്ല ഇനി. പിന്നെ ഇപ്പോൾ വേദന ഒക്കെ തുടങ്ങി, നേരത്തുനിന്നൊക്കെ വേദന തുടങ്ങി. കാലിൻ്റെ ഓൾറെഡി ഭിന്നശേഷിക്കാരനാണ്. ഇപ്പം ആരെങ്കിലും വിളിക്കുകയോ സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല ഇല്ല ഇല്ല. ഈ സംഭവം പറ്റിയ ഉടൻ തന്നെ അവിടെ നിന്ന് അങ്ങ് പോവുമായിരുന്നു? അവിടെ കാറുള്ള ആൾ എന്ന് പറഞ്ഞ് TT അടിക്കാനുള്ള പൈസ നമ്പർ, പിന്നെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി നമ്പർ വാങ്ങിയായിരുന്നു. TT അടിക്കാനുള്ള പൈസ ആണെന്ന് പറഞ്ഞിട്ട് തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ തിരിച്ച് എങ്ങോട്ട് തന്നെ ചെയ്യാം, വേണ്ട അതൊരു മാനസിക പരിഗണന വെച്ച് ചെയ്യാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ഞാൻ ന്യൂസിൽ കാണുന്നതാണ് അങ്ങനെ പറയുന്നത്, സത്താറിഞ്ഞ ആൾ ഞാൻ TT എടുക്കാനുള്ള പൈസ തിരിച്ചു കൊടുത്ത് ഇവിടെ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ ഇങ്ങനെ ഈ ഒരു ഓട ഉള്ളതും അതിന് സ്ലാബ് ഇല്ലാത്തതും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആ വഴി സ്ഥിരമായിട്ട് യാത്ര പോകുന്ന ആളാണ്? സ്ഥിരമായിട്ട് യാത്ര പോകും. ഈ ഓടയ്ക്ക് സ്ലാബ് ഇല്ലാത്തത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല? അവിടെ അങ്ങനെ ഓട ഉള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? ഓട ഉള്ളത് കാണുന്നുണ്ട്, പക്ഷെ സ്കിഡ് ചെയ്തതാണ്. മറ്റേ ഒരു കാറ് ടേൺ ചെയ്തപ്പോൾ ബ്രേക്ക് പിടിച്ചപ്പോൾ സ്കിഡ് ചെയ്തിട്ട് അതിലേക്ക് വീണത്. അവിടെ ആരായാലും പോകും, അത്ര പീസാൻഡ് ഉണ്ട് അവിടെ. അവിടെ ആ റോഡിന്റെ ചില ഭാഗത്ത് തകർന്നിട്ടുമുണ്ട് എന്ന് തോന്നുന്നു. അതെ അതെ, അതാണ് വിനീത. അതായത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അപ്പോൾ ഹെൽമെറ്റ് എല്ലാവരും ഉപയോഗിക്കുക, അതിനോണ്ട് കഴിച്ചില്ല. വികിച്ചതിൻ്റെ പൊസിഷൻ എനിക്ക് അനുകൂലമായത് കൊണ്ടാണ് കഴിച്ചിലായത്. ചിലപ്പോൾ വേദന കാലിന് വേദനകളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇപ്പം അതിനല്ല എനിക്ക് വിഷമം. അയാൾ TT അടിക്കാനുള്ള പൈസ കൊടുത്ത് പറഞ്ഞ് തിരിച്ച് ഞാൻ ആ പൈസ അങ്ങോട്ട് തന്നെ തിരിച്ചിട്ട് കൊടുക്കുന്നു. അതങ്ങനൊന്നും ചെയ്യരുത്. അതാണ്. അപ്പം ഇതുവരെ നമ്മൾ വിചാരിച്ചത് കാര്യമായിട്ട് പരിക്കുകളില്ല എന്നുള്ളതാണ്. പക്ഷേ കയ്യിൽ കമ്പി തുളഞ്ഞു കയറിയിട്ടുണ്ട്. അപ്പം തന്നെ കാലിനുമൊക്കെ വലിയ വേദനയുണ്ട്. എന്തായാലും ഹെൽമെറ്റ് ഇട്ടതുകൊണ്ട് മാത്രമാണ് വലിയ രീതിയിലുള്ള അപകടങ്ങളിലേക്ക് പോകാതിരുന്നത്. മാത്രമല്ല അവിടെ ആ സ്ലാബ് ഇടാത്തത് അദ്ദേഹം കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ ഈ പൂഴി പോലെ അല്ലെങ്കിൽ മീസാൻഡ് പോലെയുള്ള സാധനങ്ങൾ റോഡിൽ കിടക്കുന്നുണ്ട്, വർക്ക് നടക്കുന്നുണ്ട്, റോഡിൽ കിടക്കുന്നുണ്ട്. വണ്ടി പെട്ടെന്ന് സ്കിഡ് ആയതാണ് എന്നുള്ളതാണ് ഇപ്പം സാർ പറയുന്നത്. ശരി, ഷഹാദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്. നോക്കൂ, തുറന്നിട്ട ഓടയിലേക്ക് വീടാണ് ഒളവണ്ണ സ്വദേശി നിസാറിന് പരിക്ക് പറ്റിയത്. ആ ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ കൈക്ക് ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. നിസാറിന്റെ വീട്ടിൽ നിന്ന് ഷഹാദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്.